നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ 5000 രൂപയ്ക്ക് ഡീസൽ ഒഴിച്ച് നമ്മുടെ ചെറുക്കനെ കൊണ്ട് ഒരു സ്ഥലം വരെ പോവാൻ ബ്രഹ്മോസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടാണ് നമുക്ക് ഇന്ന് ട്രിപ്പ്. പറഞ്ഞിരുന്ന സമയത്ത് തന്നെ നമ്മുടെ ആൾക്കാരെ ഒന്ന് വണ്ടിയിലേക്ക്, അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാലോട്ടുള്ള പഞ്ചമി റെസ്റ്റോറന്റിൽ നമ്മൾ എത്തി. ഇവിടെയാണ് നമ്മുടെ വണ്ടിയിൽ വന്ന് ഒരു ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത്. അവരുടെ കൂടെ നമ്മളും ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളിൽ AC ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ബാക്കി ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത കണ്ട പമ്പിൽ നമ്മൾ കയറി. അങ്ങനെ ഡീസൽ ഒഴിച്ച് പ്രകൃതി രമണീതിയും ആസ്വദിച്ച് നമ്മൾ നേരെ പോകുന്നത് തെന്മലയിലേക്കാണ്. ഡീസൽ ഒഴിച്ചിട്ട് തെന്മലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തത് ഞാനാണ്. ഈ സമയത്ത് ഞാൻ ചേട്ടനെ ക്യാമറമാനാണ്. അങ്ങനെ പ്രകൃതി രമണീയത്തേക്ക് ഒപ്പിയെടുത്ത് ഫസ്റ്റ് സ്പോട്ടിൽ നമ്മൾ എത്തി. തെന്മല എക്കോ ടൂറിസത്തിന്റെ കീഴിലുള്ള ബോട്ട് ചെട്ടിയിലാണ് നമ്മൾ ആദ്യം വന്നത്. നമ്മുടെ വണ്ടിയിൽ വന്ന ആൾക്കാർ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയ സമയത്ത് നമ്മൾ വണ്ടിക്കകത്ത് കയറി കട്ടനെല്ലാം പിടിച്ചിട്ടാണ് തുടങ്ങി. AC ട്രിപ്പ് ആയതുകൊണ്ട് കട്ടനെല്ലാം പിടിച്ചിട്ട് വെയിലധികം അകത്ത് വരില്ല. ആ തണുപ്പിൽ കുറച്ചു നേരം ഉറങ്ങി കിടന്നപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പയ്യന്മാരെ വന്ന് നമ്മൾ തട്ടി വിളിച്ചു. പിന്നെ അവരുടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വണ്ടിയിൽ വന്ന ആൾക്കാരെ വന്ന് വണ്ടിയിലേക്ക്. പിന്നെ ചേട്ടൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ നേരെ പോകുന്നത് തെന്മലയിലേക്ക്. നമ്മുടെ ആൾക്കാർ ജീപ്പ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ കണ്ടൊരു ഗ്യാപ്പിൽ കൊണ്ട് വണ്ടി ഒതുക്കി. എന്നിട്ട് കുറച്ചു നേരം വായി നോക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ റിസപ്ഷനിൽ കയറി ഇരിപ്പുറപ്പിച്ചു. ഏകദേശം 1.5 മണിക്കൂർ വായി നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാർ വന്ന് വണ്ടിയിലേക്ക്. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് 100 മീറ്റർ അപ്പുറത്തുള്ള തെന്മല ഡാമിലേക്ക് നമ്മുടെ ആൾക്കാരെ കൊണ്ട് അങ്ങനെ ഇറക്കി. സമയം ഉച്ച കഴിഞ്ഞതുകൊണ്ട് തന്നെ ഡാമിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വണ്ടിയും ഹോറസിന്റെ വണ്ടിയും മാത്രമേ ഈ സമയത്ത് ഡാമിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏകദേശം വൈകുന്നേരമായപ്പോൾ നമ്മുടെ ആൾക്കാർ വന്ന് വണ്ടിയിൽ കയറിയപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് തിരിച്ച് പാലോട്ടിലേക്ക് പോകുക. രാവിലെ ഫുഡ് കഴിച്ച് ഹോട്ടലിൽ തന്നെയാണ് ഇവർ എപ്പോഴും ചായയും സ്നാക്സും അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ ഓരോ ചായയും പപ്സും കഴിച്ച് നേരെ സന്ധ്യയായി തുടങ്ങിയ സമയത്ത് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു. തിരിച്ച് അവരെ കൊണ്ട് പ്രമോഷന്റെ ഫ്രണ്ടിൽ ഇറക്കിയപ്പോൾ എല്ലാവർക്കും നമ്മളെ ഭയങ്കര കാര്യമായി. ഒന്നേ ട്രിപ്പ് ആയിരുന്നെങ്കിലും നമ്മുടെ സഹകരണം അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കണം നമുക്ക് ഷേഖനും തന്നിട്ട് അവർ പോയത്. നമ്മുടെ മൈൻഡും അത് തന്നെയാണ്. നമ്മുടെ വണ്ടിയിൽ വരുന്ന ഒരു ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണം തിരിച്ചു പോകാൻ. അപ്പോ ബാക്കി നാളെ.